കരിഞ്ജീരകവും കടുകും കറിവേപ്പിലയും ഉപയോഗിച്ചുള്ള ഡൈ ഞാൻ ചെയ്തു നോക്കി. നല്ല റിസൾട്ടുണ്ട്. നല്ല മുടിക്ക് നല്ല ബ്ലാക്ക് കിട്ടി. കഴുകിയിട്ടും ഇത് പോയൊന്നുമില്ല. നല്ല ഒരു നാച്ചുറൽ ടിപ്സാണിത്. എല്ലാവർക്കും പരീക്ഷിക്കാം. ഇത് നാച്ചുറലി തേടി പോകുന്നവർക്ക് വളരെ ഉപകാരപ്രദമായൊരു വീഡിയോയാണിത്. നിങ്ങൾ എല്ലാവരും ഇത് യൂസ് ചെയ്തോ, ധൈര്യമായിട്ട് ചെയ്തോ. നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും സൈഡ് എഫക്റ്റോ ഒന്നും തന്നെ ഇതുകൊണ്ട് ഉണ്ടാവില്ല. കാരണം ഞാനിപ്പോൾ ഇത് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മുടി നന്നായിട്ട് ബ്ലാക്ക് ആയിട്ടുണ്ട്. കഴുകിയിട്ട് ഒന്നും നമ്മുടെ കയ്യിലോ നമ്മുടെ ഷോളിലോ ഒന്നും പറ്റിയിട്ടില്ല. തലമുടിയിൽ നിന്നും നമ്മുടെ കയ്യിലോ ഒന്നും ആവത്തുമില്ല. നല്ലൊരു ഡൈ ആണ്. നല്ലൊരു ഡൈ ആയിട്ട് ഞാനിപ്പോൾ ഇതിനെ കണ്ടത്. കാരണം ഒരുപാട് ഞാൻ ഈ വീഡിയോകളൊക്കെ എടുത്ത് ഞാൻ നോക്കാറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു വീഡിയോയാണിത്. നിങ്ങൾ ധൈര്യമായിട്ട് എല്ലാവരും പരീക്ഷിച്ചോ. നല്ലൊരു വീഡിയോയാണിത്. എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോവുക. ചക്കരകളെ, ഇത് നമുക്ക് നമ്മുടെ മുടിയിൽ, നല്ല വെളുത്ത മുടിയിൽ കറപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആണ് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ പല ഹെയർ ഡൈയുടെയും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കുറേ പേർക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. മുടി കറക്കാനായിട്ട് ഒരുപാട് കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്നതിന് നല്ലതാണ് ഇതുപോലത്തുള്ള നമ്മുടെ നാച്ചുറൽ ഡൈകളൊക്കെ ഉപയോഗിച്ച് പോകുന്നത്. കാരണം എന്താണ്, നമുക്ക് മുടിയെ മുടി നശിപ്പിക്കാതിരിക്കും, മുടി കൊഴിച്ചിൽ ഉണ്ടാവാതിരിക്കും, അതുപോലെ തന്നെ നരമുടി കൂടാതിരിക്കും. നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല, അലർജി ഉണ്ടാവത്തില്ല, അതുപോലെ തന്നെ ചൊറിച്ചിലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ഫ്രണ്ടിലെ മുടിയൊക്കെ നരച്ച് വരുവാണെങ്കിൽ ഇത് ആദ്യം തൊട്ടേ ചെയ്തു തുടങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അടിപൊളി ഒരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ, കാരണം നിങ്ങൾ ഒരുപാട് പേർക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെയും പറഞ്ഞാൽ വാട്സപ്പിലൊക്കെ മെസ്സേജ് വരുമ്പോൾ ഓരോ കാര്യങ്ങളും കുത്തിയിരുന്ന് ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ റിപ്ലൈ തരുന്ന ആളാണ്. അപ്പം നിങ്ങളെന്താണ് എന്നെയും സപ്പോർട്ട് ചെയ്ത് പോവുക. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എൻ്റെ വീഡിയോ മുമ്പോട്ട് എത്തിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഹെയർ ഡൈ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടി, അതായത് നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയാണ് വെച്ചത്. ഇരുമ്പിൻ്റെ ഒരു കടായിയാണ് എടുത്തത്, ഓൺലൈനിൽ ഞാൻ വാങ്ങിച്ചാണ്. അതിനകത്തേക്ക് നമുക്കൊരു 3-4 ടീസ്പൂണോളം നമ്മുടെ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം. തേയിലപ്പൊടി നമ്മുടെ വെളുത്ത മുടി കറക്കാനായിട്ട് ഒത്തിരി സഹായിക്കുന്നു. അതുപോലെ തന്നെ ഒരു കൈപിടിയോളം നമ്മുടെ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. കരിഞ്ജീരക എണ്ണ നല്ലതാണ് മുടി കറക്കാനായിട്ട്. കരിഞ്ജീരകം തിളപ്പിച്ച വെള്ളം കൊണ്ട് തലമുടി കഴുകുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പം നമ്മുടെ കരിഞ്ജീരകം എല്ലാ എണ്ണകളിലും നമ്മൾ ചേർക്കുന്നതാണ് മുടി കറക്കാനായിട്ടൊക്കെ, മുടി വളർച്ചയ്ക്കും. അപ്പോൾ ഒരു പടി കരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. ഇനിയും നമുക്ക് കുറച്ച് സാധനങ്ങളൂടെ വേണം. അപ്പോൾ നമുക്ക് ഒരു കൈപിടി കറിവേപ്പില വേണം, ഒരു കൈപിടി മുരിങ്ങയില വേണം, വളരെ കുറച്ച് തുളസിയില വേണം കേട്ടോ. അപ്പോൾ ഈ തുളസിയില ചേർക്കുന്നത് ചില ആൾക്കാർക്ക് ചില ഹെയർ ഡൈകൾ ചെയ്യുമ്പം നീരിറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിനായിട്ടാണ് നമ്മൾ തുളസിയിലയും പനിക്കൂർക്ക ഇലയും ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പനിക്കൂർക്ക ഇലയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒരു ശകലം എടുത്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഏകദേശം 1 കപ്പ് വെള്ളമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. തിളപ്പിച്ചിട്ട് നല്ല ഒരു കളറെല്ലാം നല്ലതായിട്ട് ചേഞ്ച് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾ ആദ്യം ഒരു വോയിസ് മെസ്സേജ് കേട്ടല്ലോ അല്ലേ. അപ്പം നമ്മൾ കുറേ നാച്ചുറൽ ഹെയർ ഡൈകൾ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഡൈകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം കുറേ പേർക്ക് റിസൾട്ട് കിട്ടി. അപ്പോൾ എല്ലാവരുടെയും വോയിസ് മെസ്സേജ് കേൾപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല, ഒരുപാട് ടൈം നീണ്ടുപോകും. അതുകൊണ്ട് ഒരു വോയിസ് മെസ്സേജ് ഒരു പുള്ളിക്കാരി ഇട്ട വോയിസ് മെസ്സേജാണ് ഞാൻ കേൾപ്പിച്ചത്. കരിഞ്ജീരകവും കടുകും കറിവേപ്പിലയും കൊണ്ടുള്ള നമ്മുടെ ഹെയർ ഡൈ ഇട്ടായിരുന്നു. അത് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടി. വെളുത്ത മുടി നന്നായിട്ട് കറുത്തു. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പം ഇട്ടുകൊണ്ട് പോകാം. നമ്മളത് തേച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞാൽ മുടിയിൽ നിന്നും പോകത്തില്ല, മുടി കറുത്ത് തന്നെ ഇരിക്കും. ഇങ്ങനെ പലവട്ടം ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല റിസൾട്ടും കിട്ടും കേട്ടോ. അതുപോലെ നമ്മുടെ ആ ഒരു ഹെയർ ഡൈ ഓയിൽ, അതായത് നല്ലപോലെ നരമുടി വരാതിരിക്കാനായിട്ടും മുടി റൂട്ടിൽ നിന്നും വരുന്ന മുടിയെല്ലാം കറക്കാനായിട്ടും മുടിവേരുകളെ തന്നെ കറപ്പിക്കുന്ന ഒരു ഹെയർ ഓയിലും താരനും മുടികൊഴിച്ചിലും എല്ലാം മാറാനുള്ള ഒരു ഹെയർ ഓയിലും ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഓയിൽ തയ്യാറായിട്ടുണ്ട്. വേണ്ടവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി. ഇത് നമ്മൾ തേക്കുന്നത് മൂലം നമുക്ക് ഡൈ ചെയ്യാതെ നമ്മുടെ നരമുടി കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്ന കാര്യമൊക്കെ നമുക്ക് അത് വാട്സപ്പിൽ എണ്ണ നിങ്ങൾ മേടിച്ചതിന് ശേഷം പറയുന്നതായിരിക്കും. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി.
അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു പിന്നെ വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ചു, അതിനകത്തുള്ള കണ്ടൻ്റ് എല്ലാം നന്നായിട്ട് തിളച്ച് ആ ഒരു വെള്ളത്തിൻ്റെ കളറെല്ലാം നന്നായിട്ട് മാറിക്കിട്ടി, നല്ലൊരു കറുപ്പ് കളറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തികച്ചും നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ മുടിക്ക് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിനും, സ്കിൻ ക്യാൻസറും സ്കിന്നിലെ പല അലർജികളും ഒക്കെ വരുന്നതിനും ഒത്തിരി നല്ലതാണ്. ഇതുപോലുള്ള ഹെയർ ഡൈകൾ യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ മുടി കാലാകാലം വരെ നരയ്ക്കാതിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വെളുത്ത മുടിയൊക്കെ കറുത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യും. വെളുത്ത മുടി എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂട്ടിൽ നിന്ന് വരുന്ന മുടിയൊക്കെ കറുത്ത് വരും. ക്രമേണ നമ്മുടെ നരമുടി കുറഞ്ഞു വരുന്നതായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ടൊരു കുറുകിയ പരുവമായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ എല്ലാ കണ്ടൻറ്റും അതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ലവണ്ണം കറുത്ത കരിക്കട്ട പോലുള്ള കുറുകിയ ഒരു വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണുക്കാൻ വെക്കുക. ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേനും നമുക്കൊരു ബൗളിലോട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അല്ല കറുത്ത വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചേർക്കേണ്ടത്, ഇനി നമുക്കൊരു പായ്ക്ക് പോലെ തയ്യാറാക്കി വെക്കണം. വീണ്ടും ഇരുമ്പ് ചീനച്ചട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ചേർക്കാൻ പോകുന്ന ഒരു ഹെന്ന മിക്സാണ് ചേർക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു ഹെന്ന മിക്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഷമാം നിഖാർ എന്ന് പറഞ്ഞ ഒരു ഹെന്ന മിക്സാണ്. ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു ഹെന്ന മിക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു കളർ ഹെന്നയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല രീതിയിലുള്ള ഒരു കളർ നമുക്ക് കിട്ടും. നമ്മുടെ മുടിക്ക് തികച്ചും നാച്ചുറലാണ്. നെല്ലിക്കാപ്പൊടി, ഭൃംഗരാജ, അങ്ങനെ കുറേ സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെ രാജസ്ഥാനി പെണ്ണുങ്ങൾ, അതുപോലെ തന്നെ ഹിന്ദിക്കാർ, നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ഹെന്ന പൗഡറാണ്. എനിക്കവിടെ ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നപ്പം ഈ ഒരു ഹെന്ന മിക്സ് ഇടാൻ വേണ്ടി തന്നെ ആൾക്കാർ വരുമായിരുന്നു. കാരണം ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹെന്ന മിക്സാണ്. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെന്ന പൗഡറാണ്. പിന്നെ എല്ലാം തേച്ചിട്ടും അലർജി ഉള്ളവരോട് എനിക്കൊന്നും പറയാൻ, എല്ലാവരും തേക്കാതിരിക്കുക കേട്ടോ. ചിലർക്ക് ഹെന്ന മിക്സ് അലർജിയാണ്, പിന്നെ ഇൻഡിഗോ പൗഡർ അലർജിയാണ്. അങ്ങനെയുള്ളവരൊക്കെ ഉപയോഗിക്കാതിരിക്കുക, വെറുതെ അങ്ങ് വിട്ടേക്കുക. അപ്പോൾ ഈ ഒരു ഷമാം നിക്കാർ എന്ന് പറയുന്ന ഹെന്ന ഒരുപാട് റിസൾട്ട് കിട്ടി ഒരുപാട് പേരുണ്ട്. നമ്മുടെ നോർത്ത് ഇന്ത്യൻസിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു ഹെന്ന പൗഡറും അവർ ഒരുപാട് യൂസ് ചെയ്യുന്നൊരു ഹെന്ന പൗഡറുമാണ് ഈ ഒരു ഷമാം നിക്കാർ എന്ന് പറയുന്നത്. കളർ ഹെന്നയാണ് കേട്ടോ. അത് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് മുടി തേക്കുവാൻ നല്ലൊരു കളർ കിട്ടും. അതായത് നമ്മുടെ മുടി കളർ ചെയ്ത പോലെ കിടക്കും. നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയി കളർ ചെയ്യാതെ കളർ ചെയ്ത പോലെ കിടക്കും. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ള ഹെന്ന പൗഡർ എടുത്തിട്ട് ഈ വെള്ളം, നമ്മൾ ഈ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് അത്യാവശ്യത്തിന് മിക്സ് ചെയ്ത് ഇതുപോലെ നമ്മുടെ തലയിൽ തേക്കാനുള്ള പരുവത്തിന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എടുത്തതിന് ശേഷം നിങ്ങൾ ഒരു ദിവസം ഫുള്ള് നന്നായിട്ട് അടച്ചു വെക്കുക. അപ്പോൾ എന്താണ്, നല്ല രീതിയിലുള്ള ഒരു കളർ നമുക്ക് കിട്ടും. നമ്മുടെ മുടിക്ക് ഒരു കെമിക്കലും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുടി നല്ല അടിപൊളി ഒരു കളറായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കണം. അപ്പോൾ ഇതേ രീതിയിൽ പിറ്റേ ദിവസം എടുക്കുമ്പം നല്ല രീതിയിലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ മുടിയിലിടുമ്പോഴും ഈ ഒരു കളറുകൾ നമ്മുടെ മുടി ഇരിക്കും, ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ തലയിൽ തേച്ചതിന് ശേഷം എന്താണ്, പിന്നെ നിങ്ങൾക്ക് കുറച്ച് നേരം ഒരു 2 മണിക്കൂർ, കുറച്ച് നേരമല്ല 2 മണിക്കൂറെങ്കിലും, ഫസ്റ്റ് യൂസ് ചെയ്യുന്നവർ 2 മണിക്കൂറെങ്കിലും തലയിൽ 2-2.5 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴാണ് നമുക്ക് നല്ലൊരു കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത്. നിങ്ങൾ എന്താണ് ഒരിക്കലും എണ്ണമയമുള്ള മുടിയിലോ സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് ചെയ്ത ഹെയറിലോ ഒന്നും തേക്കരുത്, ഒരു ഫലവും ഉണ്ടാകത്തില്ല കേട്ടോ. പിന്നെ ഈ ഒരു വെള്ളം, ബാക്കി വന്ന വെള്ളം വേണേൽ നമുക്ക് തല കഴുകാൻ ഉപയോഗിക്കാം. ഒത്തിരി നല്ലതാണ്. എല്ലാം തികച്ചും നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ്. തല ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടും നമ്മുടെ ഒരു തുളസിയിലയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ. ഇത് നമ്മൾ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് 2-2.5 മണിക്കൂറോളം തലയിൽ വെച്ചതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക. നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് മതിയെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തുക. ഇനിയും നിങ്ങളുടെ മുടി നല്ല കട്ടക്കറുപ്പാകണോ, നിങ്ങൾ ഇൻഡിഗോ മിക്സ്, അത്യാവശ്യമുള്ള നല്ല ഇൻഡിഗോ മിക്സ് എടുക്കുക. ഇൻഡിഗോ നമ്മൾ മേടിക്കുമ്പോൾ നല്ല പച്ച കളറായിരിക്കും. ആ ഒരു രീതിയിലുള്ള ഇൻഡിഗോ പൗഡർ എടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തത് ചില ആൾക്കാർ പറയും ഇൻഡിഗോ പൗഡർ കുറേ നേരം വെക്കണോ, അത് കറക്കുന്നിടം വരെ വെക്കണോ. ഒരിക്കലും അങ്ങനെ ചെയ്താൽ യാതൊരു റിസൾട്ടും കിട്ടത്തില്ല. ക്വാളിറ്റിയുള്ള ഇൻഡിഗോ പൗഡർ വാങ്ങിക്കുക, ഇതുപോലെ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുക. നമ്മുടെ തലയിൽ തേക്കാൻ രീതിയിലുള്ള കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആദ്യം ഫസ്റ്റ് നിങ്ങളുടെ മുടി കറക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഹെയർ പാക്ക് ഇട്ടല്ലോ, അതിനുശേഷം മുടി പ്ലെയിൻ വാഷ് ചെയ്തല്ലോ, എന്നിട്ട് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 2 മണിക്കൂർ ഇരിക്കുക. 2 പ്രാവശ്യം ചെയ്യുമ്പോഴും ഷവർ ക്യാപ്പ് യൂസ് ചെയ്യുക. എന്നിട്ട് 2-2.5 മണിക്കൂറോളം ഇരുന്നതിന് ശേഷം നിങ്ങൾ പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക.
നിങ്ങൾക്ക് ഡ്രൈ ആവുമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം ചെറിയ രീതിയിൽ കണ്ടീഷണർ വാഷ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി സോഫ്റ്റ് ആയിട്ട് കിടക്കും. ആ ഒരു കണ്ടീഷണർ വാഷ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ മുടിയിൽ ഡ്രൈനെസ് ഉണ്ടാകത്തില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂ അരച്ച് അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്ത് അരച്ചിട്ട് അതിൻ്റെ ഒരു മിശ്രിതം എടുത്ത് തലയിൽ തേച്ച് നാച്ചുറലായിട്ടൊരു കണ്ടീഷണർ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ വെച്ചിട്ട് കഴുകിക്കളയാം. ഷാമ്പൂ മാത്രം ഉപയോഗിക്കരുത്. അപ്പോൾ ഷാമ്പൂ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു മാസം വരെ നമ്മുടെ മുടി ഇത് ലാസ്റ്റ് ചെയ്യും. പെട്ടെന്ന് ഷാമ്പൂ ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ കുറേ എല്ലാം അങ്ങ് പോകും. കുറച്ച് മാത്രമേ നമ്മുടെ തലയിൽ ഇരിക്കത്തുള്ളൂ. ഇത് നമ്മൾ ഇടയ്ക്കും പിടയ്ക്കും ഒക്കെ ചെയ്തു പോവുക. നമ്മുടെ മുടി നല്ല രീതിയിൽ കറുത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു ഹെയർ പാക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ പല രീതിയിൽ ഗ്രാമ്പൂ, കടുക്, കറിവേപ്പില ഇങ്ങനെയൊക്കെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഡൈ ഉണ്ടാക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട് നരയൊക്കെ കറുപ്പിക്കാനുള്ള ഡൈ നമുക്ക് ഉണ്ടാക്കാം. ഇത് നമ്മളൊരു ഹെയർ പാക്കായിട്ടാണ് ചെയ്തത്. ഹെയർ ഡൈ ആയിട്ട് ഹെയർ പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിൽ കുറച്ച് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിയിൽ പിടിക്കും. നിങ്ങൾക്ക് ഒരു മാസം വരെ ഡൈ ചെയ്യാതെ പോകാം. യാതൊരു കെമിക്കലും ഇല്ലാതെ സുരക്ഷിതമായിട്ട് നിങ്ങളുടെ മുടി വെളുത്ത മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഹെയർ ഡൈകൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ എന്തിനാണ് വെറുതെ പൈസ കൊടുത്ത് മേടിച്ച് കെമിക്കൽ മേടിച്ച് യൂസ് ചെയ്ത് നമ്മുടെ ശരീരവും അതുകൊണ്ട് നമ്മുടെ ആരോഗ്യവും അതുപോലെ തന്നെ നമ്മുടെ തലമുടിയും നശിപ്പിച്ച് കളയുന്നത് അല്ലേ? മുടി കൊഴിച്ചിലും കൂടും, താരനും കൂടും, എല്ലാം കൂടും. അപ്പം ഇതുപോലുള്ള നാച്ചുറൽ ഹെയർ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിഷമവും ഇല്ല, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. നല്ല രീതിയിൽ പെർഫെക്റ്റായി ഇരുന്നോളുകയും ചെയ്യും. അപ്പോൾ പിന്നെ സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് ചെയ്ത ആൾക്കാർക്ക് മുടിയിൽ പിടിക്കത്തില്ല. ഹെന്ന ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഹെന്ന ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പുറത്ത് ഇതിട്ട് കൊടുക്കാം കേട്ടോ. രണ്ടാമത്തെ ഇൻഡിഗോ പൗഡർ തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇൻഡിഗോ പൗഡർ മാത്രം തേച്ച് നോക്കുക. ചിലപ്പോൾ ചില ആൾക്കാർക്ക് പിടിക്കും. അല്ലെങ്കിൽ പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ വീണ്ടും ഇത് ആദ്യത്തെ സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.